പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്രിസ്തുമസ് വിരുന്നിൽ രാജ്യത്തെ വിവിധ വിശിഷ്ട വ്യക്തികൾക്കൊപ്പം കേരളത്തിലെ ഏതാനും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും സംബന്ധിച്ചപ്പോൾ മുതൽ ക്രൈസ്തവർ ബി.ജെ.പിയോട് അടുക്കുന്നുവെന്ന ആധിപരുത്ത കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പിന്നെ അവരെ ചാരി നിന്ന് കാര്യങ്ങൾ നേടുന്നതിൽ വൈദഗ്ധ്യമുള്ള കുറെ സൂത്രശാലികളും ചേർന്ന് ബി.ജെ.പിയെയും ക്രൈസ്തവ നേതൃത്വത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി പ്രസ്താവനകൾ ഇറക്കുകയായിരുന്നു. എന്നാൽ ഒരു പ്രസ്താവനകൾക്കും സ്വാധീനിക്കാനാകാത്ത വിധത്തിൽ ക്രൈസ്തവ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാലം മുഴുവൻ രാജ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് ഉദാത്തമായ പൗരബോധത്തോടെ രാഷ്ട്ര നിർമ്മിതിക്കായി നിലകൊണ്ട ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് കൊണ്ട് അധികാരത്തിലേറിയവരെല്ലാം നക്കാപ്പിച്ചതെന്ന് ക്രൈസ്തവ സമൂഹത്തെ തൃപ്തിപ്പെടുത്താനാണ് നോക്കിയത്. ആ കാര്യത്തിൽ കേരളത്തിലെ ഇടതരും വലതരും ഒരേ തൂവൽ പക്ഷികളായി മാറുമ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിലെങ്കിലും രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നതിൽ ന്യായങ്ങളുണ്ട്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഭരണം പിടിച്ച ബി.ജെ.പി ഇനിയും തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്ത തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നതും ലൂപ്പ് ഹോളുകളിലൂടെ അവിടെ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നതും സ്വാഭാവികമാണ്. എന്നാൽ നരേന്ദ്രമോദിക്കോ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിനോ ഒഴികെ കേരളത്തിലെ ബി.ജെ.പി ഘടകത്തിലെ ഒരാൾക്കും ക്രൈസ്തവരെ ഇതുവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ 9ലും ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹം നിർണായകമായ ഒരു ശക്തി തന്നെയാണ്. ലക്ഷക്കണക്കിന് കത്തോലിക്ക വോട്ടർമാരുള്ള തിരുവനന്തപുരത്ത് ആരാണ് അധികാരത്തിൽ ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അതീവ നിർണായക പങ്ക് വഹിക്കുന്നതും അവർ തന്നെയാണ്. പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും തൃശൂരെയും സ്ഥിതിഗതികളും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. അധികാര മേലാളന്മാരും അവരുടെ ശിങ്കിടികളും പറ്റിയതിന്റെ ബാക്കി ദാനമായോ അല്ലെങ്കിൽ ഇരന്നു വാങ്ങിക്കുകയോ ചെയ്യുന്ന പരിപാടി നിർത്തി അധികാര കേന്ദ്രങ്ങളെ സമ്മർദ്ദത്തിലാക്കി പിടിച്ചു മേടിക്കുന്ന തലത്തിലേക്ക് വളരുവാനുള്ള എല്ലാ ശേഷിയും ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടെന്നിരിക്കെ ഇനിയും അധികാര രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറത്ത് അസംതൃപ്തരായി അവർ ചുറ്റിത്തിരിയാൻ തയ്യാറല്ല എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ബി.ജെ.പിയെ പിന്തുണച്ചാൽ ക്രൈസ്തവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുമെങ്കിൽ അത്തരം നടപടികളെ ക്രൈസ്തവരിലെ വലിയൊരു വിഭാഗം ഇപ്പോൾ സ്വാഗതം ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ന്യൂനപക്ഷ ആനുകൂല്യ വിതരണത്തിലും സംവരണ മന്ത്രിസ്ഥാനം സംബന്ധമായ വിഷയങ്ങളിലും വിഴിഞ്ഞം കിടപ്പാട സമര വിഷയത്തിലും കർഷകരുടെ വിഷയങ്ങളിലും ബഫർ സോൺ വിഷയങ്ങളിലുമെല്ലാം കേരളത്തിലെ സർക്കാർ കൈക്കൊണ്ട നയങ്ങൾ ക്രൈസ്തവർക്ക് കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊക്കെ പരിഹാരം വരണമെന്ന് ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ മേഖലകളിൽ ബി.ജെ.പിക്ക് ശക്തമായ വളർച്ച ഉണ്ടായെങ്കിലും അവരുടെ ഓരോ അടവുകളും പരാജയപ്പെടുന്ന ചുരുക്കം ചില മേഖലകളിലൊന്നാണ് കേരളം. കേരളത്തിൽ വളരാൻ അവർ ക്രൈസ്തവ സമൂഹത്തിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ പകരം ക്രൈസ്തവ സമൂഹം അധികാരത്തിൽ പങ്കാളിത്തവും ന്യായമായ ആനുകൂല്യങ്ങളും കർഷകർക്ക് വേണ്ട പരിഗണനകളും വിളകൾക്ക് ന്യായമായ വിലയും സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവുമായ നിലയിൽ സഭകളുടെയും ഇതര ക്രൈസ്തവ സന്നദ്ധ സംഘടനകളുടെയും പ്രേഷിത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള സാഹചര്യവും ബി.ജെ.പിയിൽ നിന്ന് തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം ബി.ജെ.പിക്കൊപ്പം ചേർന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കീഴ്മേൽ മറിയുകയും തങ്ങളുടെ മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തി പിരിയുകയും ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞ് എന്തു വില കൊടുത്തും അത് തടയാൻ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് ഇസ്ലാമിക സഖ്യം. അതിന്റെ പ്രതിഫലനമാണ് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളിൽ കണ്ടത്. കേരളത്തിലെ ക്രൈസ്തവർ എക്കാലത്തും ബി.ജെ.പിയെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് ഇടത് വലതന്മാരുടെ ഏറാൻ മൂളികളായി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ ഇടത് ഇസ്ലാമിക സഖ്യം മുന്നിലാണെങ്കിലും കൂടെ കോൺഗ്രസുമുണ്ട്. കോൺഗ്രസ് ആകട്ടെ തങ്ങളുടെ നിലനിൽപ്പ് എന്ന ഒറ്റ വിഷയത്തിൽ ചാരി ഇത്തരം നിലപാടുകൾക്ക് CPM-നോട് ചേർന്ന് കൂട്ടുനിൽക്കുകയാണ്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ നേടണമെന്ന വാശിയോടെ പ്രവർത്തിക്കുന്ന ബി.ജെ.പിയെ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം പിന്തുണച്ചാൽ തൃശൂരിനൊപ്പം തിരുവനന്തപുരമോ പത്തനംതിട്ടയോ ബി.ജെ.പി പിടിച്ചെടുക്കുമെന്ന് ഭയക്കുന്ന ഇടത് ഇസ്ലാമിക സഖ്യവും കോൺഗ്രസ് മുന്നണിയും എന്ത് വില കൊടുത്തും അത് തടയാൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തും ശക്തമായ ക്രൈസ്തവ പീഡനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മണിപ്പൂരിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തെ മാത്രം ചൂണ്ടിക്കാട്ടി ബി.ജെ.പിക്കെതിരെ രാജ്യത്തെ ക്രൈസ്തവരെല്ലാം തിരിയണമെന്ന് ശഠിച്ച് അവർ പ്രചാരണം നടത്തുന്നതിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. മേഘാലയയിലും നാഗാലാൻഡിലും മിസോറാമിലുമെല്ലാം
ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തിയ BJPയുടെ നയങ്ങൾ കേരളത്തിലും വിജയിച്ചാൽ അതോടെ രക്ഷകർ ചമഞ്ഞ് സ്വന്തം കാര്യങ്ങൾ നേടാനുള്ള ഇക്കൂട്ടരുടെ പഴുതുകൾ അടയുകയും ഇപ്പോൾ മുഴങ്ങി നിൽക്കുന്ന ഇടത് ഇസ്ലാമിക ഇക്കോസിസ്റ്റത്തിന്റെ മതേതര ചീട്ടുകൊട്ടാരങ്ങൾ നിലംപൊത്തുകയും ചെയ്യും. അത് തന്നെയാണ് ഇടത് ഇസ്ലാമിക സഖ്യത്തിന്റെ ഇപ്പോഴത്തെ വെപ്രാളത്തിന്റെ കാരണം. കേരളത്തിലെ വോട്ടിംഗ് രീതി അനുസരിച്ച് വെറും 5% വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയും എന്നതാണ് യാഥാർത്ഥ്യം. ഈ അവസ്ഥയോർത്ത് ഭയപരവശരായിരിക്കുന്നത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഇടത് ഇസ്ലാമിക ചേരി തന്നെയാണ്. ഇക്കണ്ട കാലം മുഴുവൻ തങ്ങൾക്കൊപ്പം ഉറച്ചു നിന്ന ക്രൈസ്തവരെ അവഗണിച്ച് നീങ്ങിയ കോൺഗ്രസുകാരും ക്രൈസ്തവർ ഒന്ന് മാറ്റിക്കുത്തിയാൽ ഏറ്റുവാങ്ങാൻ പോകുന്നത് കനത്ത തിരിച്ചടി തന്നെയായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ ക്രൈസ്തവരും ഉണ്ടെങ്കിലും ഇടതരും വലതരും മുസ്ലിം സമുദായത്തെ മാത്രമാണ് ന്യൂനപക്ഷമായി പരിഗണിച്ചിരിക്കുന്നതെന്നാണ് ഇന്ന് വരെയുള്ള സംഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഒരു കൂട്ടർ വിശുദ്ധ ബൈബിൾ കത്തിച്ചതും പുൽക്കൂട് നശിപ്പിച്ചതും കരോൾ സംഘത്തെ ആക്രമിച്ചതും കുരിശ് തകർത്തതും ഒന്നും ക്രൈസ്തവ പീഡനമേ അല്ലെന്ന അഭിപ്രായമാണ് ഇപ്പോഴും ഇടതർക്കും വലർതർക്കും അവരുടെ ഏറാൻ മൂളികളായി നിൽക്കുന്ന മാധ്യമങ്ങൾക്കുമുള്ളത്. യേശുവിനെ പിഴച്ചു പറ്റവനെന്ന് അവഹേളിച്ചതും വിഴിഞ്ഞത്ത് കിടപ്പാടത്തിനായി സമരം ചെയ്തവരെ ക്രൂരമായി തല്ലിച്ചതച്ച് കേസിൽപ്പെടുത്തിയതും ഒന്നും ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളായി ഇടതുപക്ഷക്കാർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. BJPയുടെ കഴിഞ്ഞകാല നയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന് അംഗീകരിക്കാനാകാത്ത പലതും ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ പല സംഭവ വികാസങ്ങളും ക്രൈസ്തവരിൽ വലിയ ഭീതിയും അരക്ഷിതാവസ്ഥകളും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും വർത്തമാന ഇന്ത്യൻ സാഹചര്യത്തിൽ ക്രൈസ്തവർ പ്രതീക്ഷയുടെ ഒരു കൈത്തിരിവട്ടം BJPയിൽ കാണുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും ഇടകലർത്താതെയും ഏതെങ്കിലും ഒരു മതത്തോട് വിധേയത്വം കാണിക്കാതെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ ഇടതന്മാരും വലതന്മാരും പരാജയപ്പെടുന്നത് കൊണ്ടാണ് ക്രൈസ്തവരിൽ ഒരു വിഭാഗത്തിനെങ്കിലും പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും മറ്റൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് എന്നതാണ് സത്യം. ചരിത്രത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ BJP നേതൃത്വം ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് പിടിക്കുമ്പോൾ അതുവഴി അവർ തമ്മിലുള്ള അകലം കുറയുകയും പരസ്പര ചർച്ചകൾ വഴി നല്ല ധാരണകൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. അക്കാര്യത്തിന് തടയിടാനാണ് എന്ത് വില കൊടുത്തും ഇടത് ഇസ്ലാമിക സഖ്യം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ ക്രൈസ്തവ നേതൃത്വത്തിന് കഴിയട്ടെ.